വെൽക്കം, റഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്, അവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. സോ ആന്റിബയോട്ടിക്സ്, സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ സെൽ മെംബ്രെയിൻ നശിപ്പിക്കുന്ന മരുന്നുകൾ, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എങ്ങനെ പ്രവർത്തിക്കും, ഇപ്പോൾ മരുന്നുകൾ ഏതെല്ലാം, മരുന്ന് ഗ്രൂപ്പുകൾ ഏതെല്ലാം, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഈ വീഡിയോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ബാക്ടീരിയയിൽ എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്, അതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുക. ട്രാൻസ്ലേഷൻ പ്രോസസ് ഓഫ് ബാക്ടീരിയ എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ എങ്ങനെയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. രണ്ടാമത്തെ നമുക്ക് പറയേണ്ടത് ഇവിടെ എവിടെയെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് മരുന്നുകൾ ഇടപെടുന്നത്, ഏതെല്ലാം ഗ്രൂപ്പ് മരുന്നുകൾ എവിടെയെല്ലാം വെച്ചിട്ടാണ് ഇത് തടയുക, എന്താണ് ചെയ്യുക. സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ കാര്യം, അവയുടെ മോഡ് ഓഫ് ആക്ഷൻ ഓർ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് നമുക്ക് രണ്ടാമത്തെ പറയേണ്ട. ബാക്ടീരിയ ആയാലും മനുഷ്യനായാലും പ്രോട്ടീൻ സിന്തസിസിന് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ബേസിക് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ഒരു മെസഞ്ചർ RNA ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ mRNA എന്ന് വിളിക്കും. mRNA. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സ്പെസിഫിക് പ്രോട്ടീൻ കോഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടം വരെയുള്ള ഒരു ഭാഗം ഒരു പ്രോട്ടീൻ ആയിരിക്കും, ഇന്നൊരു പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുള്ള കോഡായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഓരോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ്. അപ്പോൾ പല അമിനോ ആസിഡുകളെ തരംതിരിച്ചെടുക്കുന്ന കോഡോൺസ് ഒക്കെ കാണും. രണ്ടാമത്തത് റൈബോസോംസ് ആണ്. റൈബോസോംസ് ഇവിടെ ഒന്ന് പിടിക്കണം. ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ 70S റൈബോസോം എന്നാണ് പറയാം. അതിലൊരു 50S എന്ന് പറയുന്ന വലിയ ഭാഗം ഉണ്ടായിരിക്കും, 30S എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും. മനുഷ്യനിലാണെങ്കിൽ 70S അല്ല, മനുഷ്യനിൽ 80S ആണ്. അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് മനുഷ്യനിൽ ഈ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് മനുഷ്യനിൽ പ്രവർത്തിക്കാത്തത്, ബാക്ടീരിയയിൽ പ്രവർത്തിക്കുന്നത് ബിക്കോസ് 70S-ലാണ് പ്രവർത്തിക്കുന്നത്. സോ രണ്ടാമത്തെ കാര്യം റൈബോസോംസ് വേണം. മൂന്നാമത്തത് വേണ്ടത് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചേരും, ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ്. ദെൻ നാലാമത്തത് വേണ്ടത് ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ആണ്. ഇനീഷ്യേഷൻ ഫാക്ടർ വേണം, ഇലോങ്ങേഷൻ ഫാക്ടർ വേണം. ഇലോങ്ങേഷൻ ഫാക്ടർ. പിന്നെ ഇത് അമിനോ ആസിഡ്സ് സെലക്ട് ചെയ്യാനായിട്ട്, ഇവിടെ നിന്ന് സൈറ്റോപ്ലാസം ഇതാണെങ്കിൽ ഇവിടെ പോയിട്ട് ഈ അമിനോ ആസിഡ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരാണ് tRNA, ട്രാൻസ്ഫർ RNA എന്ന് പറയുന്ന ആളാണ് ഇവിടെ പോയി അമിനോ ആസിഡിനെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ വേണം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, ഇവിടെ വെട്ടിക്കളയണം, ഇവിടെ വെട്ടിക്കളയണം. അങ്ങനെയൊക്കെ ചെയ്യണത് തന്നെ നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ എന്നാണ്. സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. സോ ഇപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്കൊരു കൃത്യം ഇൻസുലിൻ ആണെന്ന് ആയിരിക്കാം മനുഷ്യരുണ്ടാക്കുക. സോ അതിൽ പ്രോ ഇൻസുലിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം വെട്ടിക്കളയണം, പിന്നെ പ്രോ വെട്ടിക്കളയണം, പിന്നെ ആയിരിക്കും നമുക്ക് ഫുള്ളായിട്ടൊരു ഇൻസുലിൻ കിട്ടുക. ഇതാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ്. സോ ഇത്രയും കാര്യങ്ങൾ നടക്കണം. ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസിസിന്റെ ആദ്യ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലാണ് എന്ന് വെച്ചാൽ അത് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട സ്പെസിഫിക് കോഡുള്ള ആളുടെ പേര് മെസഞ്ചർ RNA ആണ്, അല്ലെങ്കിൽ mRNA. സോ ഇത് mRNA ആണെങ്കിൽ സോ വൺ ഈസ് mRNA. ആൻഡ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന മെഷീനറി എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. ആൻഡ് റൈബോസോംസിന്റെ ഭാഗമായിട്ടുള്ള 30S റൈബോസോമൽ RNA, അതിന്റെ യൂണിറ്റും കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ 2 വരെ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഇത് DNA അല്ല, DNAക്കാണ് 2 ഇതുള്ളത്, ഇത് RNA തന്നെയാണ്. എളുപ്പത്തിന് വേണ്ടി ഞാൻ വരച്ചു മാത്രമേ ഉള്ളൂ. സോ ഈ mRNA ഏത് പ്രോട്ടീനാണ് ഉണ്ടാക്കേണ്ടത് എന്നതിന്റെ കോഡ് ഉള്ളത് നമ്മൾ പറഞ്ഞു. സോ ഇതാണ് അതിന്റെ കോഡ് എങ്കിൽ ഇതിനകത്ത് വീണ്ടും പല കോഡുകളുണ്ട്. അതിനെ നമ്മൾ ട്രിപ്ലെറ്റ് കോഡോൺസ് എന്നാണ് വിളിക്കുക. ട്രിപ്ലെറ്റ് കോഡോൺസ് എന്ന് വെച്ചാൽ 3 ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു കോഡാണ്. ഈ കോഡാണ് ട്രിപ്ലെറ്റ് കോഡോൺ. ട്രിപ്ലെറ്റ് കോഡോൺ ആണ് ഏത് അമിനോ ആസിഡിനെയാണ് പിക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു കോഡാണ് ഇത്. സോ ഇങ്ങനെ കോഡുള്ള mRNAയിൽ വന്ന് നമ്മളുടെ 30S വന്ന് പിടിക്കണം, 30S സബ് യൂണിറ്റ് വന്ന് പിടിക്കണം. അപ്പോൾ 30S ഇങ്ങനെ വന്ന് പിടിക്കാന്ന് കരുതുക, ഇത് 30S ആണെന്ന് കരുതി കഴിഞ്ഞാൽ ഈ റൈബോസോമിൽ കുറച്ച് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഒന്ന് ഇനീഷ്യേഷൻ ഫാക്ടർ IF1 ആണ്, 2 IF2 ഇനീഷ്യേഷൻ ഫാക്ടർ 2 GTP എന്നാണ് അതിന്റെ പേര്, 3 ഇനീഷ്യേഷൻ ഫാക്ടർ 3 ഇങ്ങനെ 3 വന്ന് പിടിക്കണം. ഇനി ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു, എവിടെ വന്നാണ് ഒട്ടിച്ചേരേണ്ടത് എന്ന് 30S റൈബോസോമിനെ എങ്ങനെ അറിയാം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ഭാഗമുണ്ട്. ആ ഭാഗമാണ് ആദ്യത്തെ ഭാഗം. ആദ്യത്തെ ഭാഗത്തിൽ അവിടെ ഒരു 4 കോഡാണുള്ളത്, 3 കോഡല്ല 4 കോഡുള്ള ഒരു ഭാഗമാണ്. സാധാരണ രീതിയിൽ അത് AGGA എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ്, 4 ന്യൂക്ലിയോടൈഡ് ചേർന്ന ഒരു കോഡാണ്. ആൻഡ് ഈ കോഡിനൊരു പേരുണ്ട്. ഈ കോഡിനെ നമ്മൾ വിളിക്കുക ഷൈൻ, SHINE, ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് മിക്കവാറും AGGA എന്ന് പറയുന്ന സീക്വൻസ് ആണ്. സോ
സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തു. ഇനി റൈബോസോം ഇവിടെ പിടിച്ച ഈ ഷൈൻ ഡെൽഗാനോ സീക്വൻസ് AGG-യുടെ അടുത്ത സ്റ്റെപ്പിൽ തന്നെയുള്ള ഈ കോഡിനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് കോഡോൺ എന്ന് പറയുക. സ്റ്റാർട്ടിംഗ് കോഡോൺ. സോ അവിടെ 3 ന്യൂക്ലിയോറ്റൈഡ് ഉള്ള ഒരു കോഡോൺ ആണ്. ആൻഡ് ഇത് ഏത് പ്രോട്ടീൻ ആയാലും ഈ സ്റ്റാർട്ടിംഗ് കോഡോൺ വിൽ ബി AUG എന്ന് പറയുന്ന കോഡോൺ ആയിരിക്കും. ഏത് പ്രോട്ടീൻ ഉണ്ടാക്കാനും സ്റ്റാർട്ടിംഗ് കോഡോൺ വിൽ ബി 1 and same. ഓർത്തിരിക്കുക. സോ ഇനി അപ്പോൾ പണി ആരംഭിക്കേണ്ടത് ഇയാളല്ല. ഇവിടെ ഇത് ഓക്കെ ആയി. അപ്പോൾ ഇനി അടുത്ത ആളുടെ പേര് എന്ന് പറയുന്നത് tRNA ആണ്. അപ്പോൾ ഇത് tRNA ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ വരയ്ക്കാം. tRNA ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കും. സോ tRNA ഓർ ട്രാൻസ്ഫർ RNAയുടെ പണി എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസത്തിൽ പോയി ഈ സ്റ്റാർട്ടിംഗ് കോഡോൺ പറയുന്ന AUG ആണെങ്കിൽ അത് ഏത് അമിനോ ആസിഡിനെയാണ് സംബന്ധിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പോയി പിടിക്കണം. സോ അതിന് ഇതിന്റെ പുറത്ത് ഈ tRNAയുടെ മുകളിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് കോഡ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക ആന്റി കോഡോൺ എന്നാണ്. ആന്റി കോഡോൺ. അപ്പോൾ AUG ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആന്റി കോഡോൺ എന്ന് പറയുന്നത് UAC ആണ്. UAC. സോ ഫസ്റ്റ് വരുന്ന ആളുടെ ആന്റി കോഡോൺ എന്ന് പറയുന്നത് UAC ആയിരിക്കും. ആൻഡ് ഇത് പിക്ക് ചെയ്യുന്ന അമിനോ ആസിഡ് ഈസ് ഓൾവേസ് ദാറ്റ് ഈസ് ഫോർമൈൽ മെത്തിയോണിൻ ആണ്. ഫോർമൈൽ മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനായിരിക്കും ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ പിടിപ്പിക്കുക. ഞാൻ ബാക്ടീരിയയുടെ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യനിലാണെങ്കിൽ ഫോർമൈൽ മെത്തിയോണിൻ അല്ല, അത് മെത്തിയോണിൻ ആയിരിക്കും എന്നുകൂടി ഓർക്കുക. സോ ഏത് പ്രോട്ടീൻ ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യത്തെ അമിനോ ആസിഡ് വിൽ ബി ഫോർമൈൽ മെത്തിയോണിൻ. ഇൻ കേസ് ഓഫ് ബാക്ടീരിയ, മനുഷ്യനിലാണെങ്കിൽ അത് മെത്തിയോണിൻ ആയിരിക്കും. സോ ഇത് ഫോർമൈൽ മെത്തിയോണിനെ പിക്ക് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ RNA ഉണ്ട്. നമ്മൾ ഇതിനെ സാധാരണ വിളിക്കുക FMET-tRNA എന്നാണ് ഇതിനെ സാധാരണ വിളിക്കുക. ആൻഡ് ഇതിന്റെ ഒരു അക്സെപ്റ്റർ സ്റ്റെം എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. ഇവിടെയാണ് ഈ ഇതിനെ കൊണ്ടുവന്ന് പിടിപ്പിക്കുക. സോ ഇനിയും ധാരാളം കോഡുകൾ ഇവിടെ ഉണ്ട്. ഒരു കോഡാണ് നമ്മൾ പറഞ്ഞത്. ഇത് വേറൊരു കോഡ്, ഇത് വേറൊരു കോഡ്, ഇത് വേറൊരു കോഡ്, ഇങ്ങനെ കോഡുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNA നമുക്ക് വേണം. സോ ആദ്യത്തെ tRNAയുടെ പേരാണ് നമ്മൾ FMET-tRNA എന്ന് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ ബാക്കി എല്ലാ tRNAയും കൂടി ചേർത്തിട്ട് നമുക്ക് അമിനോ അസൈൽ tRNA എന്നായിരിക്കും നമ്മൾ അവയെ വിളിക്കുക. അമിനോ അസൈൽ tRNA എന്ന് വെച്ചാൽ അമിനോ ആസിഡ് പിക്ക് ചെയ്യുന്ന tRNAകൾ. സോ ആദ്യത്തേതിന് മാത്രം നമ്മൾ FMET-tRNA എന്നുള്ള പ്രത്യേക പേര് പറഞ്ഞു എന്ന് മാത്രം, പ്രത്യേകമായിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. ആൻഡ് ഇനി ഈ tRNAയിൽ ഇതിൽ ഉണ്ടാവണമെന്നില്ല. ഇനിയുള്ള tRNAയിലൊക്കെ ഈ tRNA ഇപ്പൊ ഇതിങ്ങനെയാണ് ഞാൻ വരച്ചത്. ഈ tRNAയിൽ ഇനി ചില ആൾക്കാർ കൂടി ഇവിടെ ഒട്ടിച്ചേരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുക ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് എന്നാണ്. സോ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് കൂടി ഉണ്ടാകും ഈ tRNAകളിൽ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി FMET-RNA ഈ ഇനീഷ്യേഷൻ ഫാക്ടർ 1 ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഇവിടെ വന്ന് പിടിക്കുകയാണ്. 30S റൈബോസോമിന്റെ ഉള്ളിലുള്ള ഈ ഇനീഷ്യേഷൻ കോഡോൺ. സോ ഇതാണ് നമ്മൾ വരച്ചത് ഇനീഷ്യേഷൻ കോഡോൺ. അവിടെ വന്ന് ഒട്ടിച്ചേരുക. സോ ഈ 30S റൈബോസോമിൽ ഇതിനകത്തും RNA ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു RNA ഉണ്ട്. അതിന്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന്റെ പേര് 16S rRNA എന്നാണ് ഇതിനകത്തുള്ള റൈബോസോമിന്റെ പേര്. റൈബോസോം ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന മെഷീനറി യൂണിറ്റ് ആണ്. സോ പല സംഭവങ്ങൾ, ഡിഫറെന്റ് സംഭവങ്ങൾ ഇതിനകത്ത് വേണം. അതിലൊന്നാണ് ഈ 16S rRNA. ഇത് കേട്ടുവെക്കണം, കാരണം ചില മരുന്നുകൾ ഇവിടെ ഒന്നാണ് പിടിക്കും. സോ tRNA കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ FMET-tRNA ഫോർമൽ മെത്തിയോണിനുമായിട്ട് ഇവിടെ എത്തുന്നു. സോ അത് സ്റ്റാർട്ടിംഗ് കോഡോണിൽ ഒട്ടിച്ചു വെക്കും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇനീഷ്യേഷൻ കോംപ്ലക്സിലെ ആദ്യ സ്റ്റെപ്പായി. സോ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്നുള്ളത് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. സോ അപ്പോൾ 30S റൈബോസോമിലെ ഈ ദിസ് ഫാക്ടർ ഇനീഷ്യേഷൻ ഫാക്ടർ 3 ഇവിടെ പിന്നില്ല, ഇത് ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്. സോ ഈ IF3 ഇല്ലാത്ത ഈ മൊത്തം കോംപ്ലക്സിനെ നമ്മൾ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് വിളിച്ചത് ഇപ്പൊ നമ്മൾ വിളിക്കുക രണ്ടാമത്തത് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയി. സോ IF3 ഇല്ല, പകരം ഇത് ഇവിടെ വന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. ഇനിയും ഒരാൾ കൂടി വന്ന് ഒട്ടിച്ചേരാണ്ട്. അയാളുടെ പേരാണ് 50S റൈബോസോം. അപ്പോൾ ഇവിടത്തേക്കും 50S റൈബോസോം വന്ന് ചേരണം. സോ ബാക്ടീരിയയിലെ 70S റൈബോസോം എന്ന് വെച്ചാൽ ഒരു 30S ഉണ്ട്, ഒരു 50S ഉണ്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് ഈ ഇനീഷ്യേഷൻ കോംപ്ലക്സിലേക്കാണ് ഇപ്പോൾ 50S റൈബോസോം വന്ന് ഒട്ടിച്ചേരുന്നത്. 50S റൈബോസോം വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഇനീഷ്യേഷൻ ഫാക്ടർ ഇവിടെ നിന്ന് വിട്ടുപോകും. ഈ ഇനീഷ്യേഷൻ ഫാക്ടർ IF2 GTP അതും അവിടെ നിന്ന് വിട്ടുപോകും. സോ അത് ഇത് രണ്ടും വിട്ടുപോയിട്ട് ഇതും കൂടി പിടിച്ച 50Sഉം കൂടി പിടിച്ച ആളെയാണ് നമ്മൾ പുതിയ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയാം. സോ ദിസ് ഈസ് ദ ന്യൂ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. സോ അവിടെ ഇപ്പോൾ ആരുണ്ട്? ദിസ് tRNA ഉള്ള ദിസ് ഫോർമൈൽ മെത്തിയോണിൻ പിടിപ്പിച്ച അമിനോ ആസിഡ് ഉള്ള ആളും കൂടി ചേർന്ന് 50Sഉം 30Sഉം കൂടി ചേർന്നിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് ദ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 30S റൈബോസോമിൽ 16S rRNA ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 50Sൽ ഇങ്ങനെയുള്ള rRNA ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത് 2 എണ്ണം ഉണ്ട്. 2 rRNA
തന്നെ 50S അതിൽ ഒരെണ്ണത്തിന്റെ പേര് 23SRRNA എന്നാണ്. രണ്ടാമത്തെ ആള് കുറച്ച് ചെറിയ മനുഷ്യനാണ്, അത് 5SRRNA ആണ്. സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ബാക്ടീരിയൽ ട്രാൻസ്ലേഷൻ സ്റ്റെപ്പ് എങ്ങനെയാണ് എന്ന് പഠിക്കലല്ല നമ്മുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ പ്രധാന ഉദ്ദേശം മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാനാണ്. സോ വിവിധ മരുന്നുകൾ ഇവിടെയൊക്കെ ആയിരിക്കും വന്ന് ഒട്ടിച്ചേരുക. 23SRRNA എന്ന് ഒട്ടിച്ചേരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് എന്ത് സംഭവമാണെന്ന് അറിഞ്ഞിരിക്കും. ഇനി ഈ കോംപ്ലക്സിൽ ഈ FMET-tRNA ഇവിടെ പിടിച്ചിരിക്കുന്ന ഈ ഭാഗം ഞാൻ കുറച്ച് വലുതാക്കുകയാണ് കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആകെ കോംപ്ലിക്കേഷൻ. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക പി സൈറ്റ് എന്നാണ്. സോ ദിസ് സൈറ്റ് ഈസ് കോൾഡ് ആസ് പി സൈറ്റ്, ഓർ അതിനെ നമ്മൾ വിളിക്കുക പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സൈറ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ FMET-tRNA ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സൈറ്റിൽ വന്ന് പിടിക്കാനായിട്ട് പ്രത്യേകമായിട്ട് കഴിവുള്ള ആളാണ്, സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. ആൻഡ് ഇത് ഞാൻ വരച്ചത് കണ്ടോ, 30Sലും 50Sലും രണ്ട് ഭാഗത്തും കൂടി ചേർന്നിട്ടാണ്. ഇത് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക, ഇത് നടുവിലിരിക്കുന്നു, ഇത് ഭാഗം ചുറ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, അല്ലാതെ 30Sൽ മാത്രമോ 50Sൽ മാത്രമോ അല്ല. ഈ പി സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയും കാണും, ഇവിടെയും കാണും. സോ പ്രോട്ടീൻ സിന്തസിസ് നടത്താനുള്ള ആദ്യ അമിനോ ആസിഡ് ഇവിടെ ഇരിപ്പുണ്ട്, അത് FMET ആണ്, അല്ലെങ്കിൽ ഫോർമാൽ മെത്തിയോണിൻ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ, ഞാൻ ഇനി ഇപ്പുറത്തേക്കാണ് ഈ കോഡ് വലുതാക്കാണ്ടോ, കോഡ് വലുതാക്കി ഇതൊരു കോഡ് ഇതൊരു കോഡ് ഇതൊരു കോഡ് ഇങ്ങനെ ആക്കാം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഈ കോഡ് പറയുന്ന അനുസരിച്ച് ഒരു അമിനോ ആസിഡ് കൊണ്ടുവരണം, അതിവിടെ പിടിപ്പിക്കണം, ദെൻ ഈ അമിനോ ആസിഡും ഈ അമിനോ ആസിഡും കൂടി ചേർക്കണം, അടുത്ത കോഡ് പറയുന്നത് പിടിപ്പിക്കണം. സോ ഇതാണ് ഇനി നടക്കേണ്ടത് നമുക്ക്. അങ്ങനെയാണ് നമുക്ക് പ്രോട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോഡ് നമ്മൾ ഫുൾഫിൽ ചെയ്തു, അവിടെ നമ്മൾ F-മെത്തിയോണിൻ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ കോഡാണ് ട്രിപ്ലെറ്റ് കോഡ്. അപ്പോൾ അടുത്ത അമിനോ ആസിഡ് ഇവിടെ അതിൻ്റെ ആൻറ്റി കോഡോണുള്ള tRNA അത് വേറൊരു അമിനോ ആസിഡിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരും അല്ലേ. അതിനെ നമ്മൾ അമിനോ SL-tRNA എന്നാണ് പറയുക. ഇതിനെയും പിക്ക് ചെയ്യുന്നത് അമിനോ SL-tRNA ആണ്. സോ ഇത് കൊണ്ടുവരുന്നു ഇവിടെ, അടുത്ത അമിനോ ആസിഡ് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നത് ഇവിടെയാണ്, ആൻഡ് ഈ ഭാഗത്ത്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക എ സൈറ്റ് എന്നാണ്, എ സൈറ്റ് എന്നാണ് വിളിക്കുക. അമിനോ അസൈൽ സൈറ്റ്, അമിനോ അസൈൽ സൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. എ സൈറ്റിനെ നമ്മൾ വേറൊരു പേര് കൂടി പറഞ്ഞു വിളിക്കും, ഡീകോഡിംഗ് സൈറ്റ് എന്നാണ് വിളിക്കുക. ഡീകോഡിംഗ് സൈറ്റ് എന്നും നമ്മൾ ഇതിനെ വിളിക്കും. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ വരുന്ന അമിനോ SL-tRNA, ഇതാണ് നമ്മൾ വരച്ച അമിനോ SL-tRNAയിൽ ചില ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു, അതിന്റെ പേര് ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് എന്നാണ്. സോ ഇലോങ്ങേഷൻ ഫാക്ടർ നമുക്ക് EF എന്ന് എഴുതാം. ആൻഡ് ഇതിൽ ഈ അമിനോ SL-tRNAയിലുള്ളതിന്റെ പേര് EFTU എന്നാണ്. TU മീൻസ് തെർമോസ് അൺസ്റ്റേബിൾ. EFTU GTP എന്നാണ് ഇവിടെ പിടിച്ചിരിക്കുന്ന ഈ ഇലോങ്ങേഷൻ ഫാക്ടറിന്റെ പേര്. സോ ഇപ്പോൾ എ സൈറ്റിൽ അല്ലെങ്കിൽ ഡീകോഡിംഗ് സൈറ്റിൽ വന്ന് ഒട്ടിച്ചേരുന്ന tRNAയിൽ എല്ലാത്തിലും ഇവിടെ ദിസ് സാധനം കൂടിയുണ്ട് എന്നും കൂടി ഓർക്കുക, ഇലോങ്ങേഷൻ ഫാക്ടർ കൂടിയുണ്ട്. ആൻഡ് അതിന്റെ മുകളിലായിട്ട് ട്രിപ്ലെറ്റ് ഫാക്ടർ കറസ്പോണ്ടിങ് അമിനോ ആസിഡ് കൂടി ഇവിടെ ഇരിപ്പുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് ഈ ഇലോങ്ങേഷൻ ഫാക്ടർ റെഗുലേഷനെ കുറിച്ചൊന്ന് പറയണം, കാരണം ചില ആന്റിബയോട്ടിക്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഒട്ടിച്ചേർന്ന SL-tRNAയുടെ ഈ EFTU GTP ഇത് ഇവിടെ ഒട്ടിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അത് താഴത്തേക്ക് വിട്ടുപോകും. സോ tRNAയിൽ നിന്ന് വിട്ടുപോകും. സോ ഈ tRNA വിട്ടുപോയത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതായി മാറുന്നത് EFTU GDP ആയിട്ടാണ് മാറുക, GDP ആയിട്ടായിരിക്കും മാറുക. അപ്പോൾ വേറൊരു ഇലോങ്ങേഷൻ ഫാക്ടർ ഉണ്ട്, അതിന്റെ പേര് TS എന്നാണ്. ഇലോങ്ങേഷൻ ഫാക്ടർ TS വന്ന് ഇവിടെ വന്ന് ഒട്ടിച്ചേർന്നിട്ട് ഇതിനെ വീണ്ടും എന്താക്കി മാറ്റും, EFTU GTP. സോ ഇറ്റ്സ് എ GTP പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സോ ഈ എലോങ്ങേഷൻ ഫാക്ടർ TS വന്നതിൽ പിടിക്കുമ്പോൾ അത് വീണ്ടും EFTU GTP ആകും. അപ്പോൾ അത് വീണ്ടും അടുത്ത അമിനോ SL-tRNAയിൽ പോയി പിടിക്കാം, വീണ്ടും അടുത്ത അമിനോ ആസിഡിനെ പിക്ക് ചെയ്യാം. സോ ഇതിനെ നമ്മൾ വിളിക്കുക ഇലോങ്ങേഷൻ ഫാക്ടർ റീസൈക്ലിംഗ് എന്നാണ്. ഇലോങ്ങേഷൻ ഫാക്ടർ റീസൈക്ലിംഗ് എന്നാണ് വിളിക്കുക. കാരണം ഈ ഇലോങ്ങേഷൻ ഫാക്ടർ റീസൈക്കിൾ ചെയ്താലേ അടുത്ത അമിനോ ആസിഡ്സ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ, എ സൈറ്റിൽ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഫാക്ടർ ഇലോങ്ങേഷൻ ഫാക്ടർ TS എന്ന് പറയുന്നതിനെ നമ്മൾ റീജനറേഷൻ ഫാക്ടർ ഫോർ EFTU GTP എന്നാണ് വിളിക്കുക. സോ ദിസ് ഇസ് എ റീജനറേഷൻ ഫാക്ടർ ആണ്. അപ്പോൾ ആദ്യത്തെ അമിനോ ആസിഡ് ദാറ്റ് ഈസ് ഫോർമൈൽ മെത്തിയോണിൻ ദാ ഇവിടെ ഉണ്ട്, അത് പി സൈറ്റിൽ ഇവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ അമിനോ ആസിഡ് ദാ ഇവിടെ ഇരിക്കുന്നു, അത് എ സൈറ്റിലാണ് ഇരിക്കുക. അപ്പോൾ ഇനി ഇതും കൂട്ടിച്ചേർക്കണം അല്ലെ. രണ്ട് അമിനോ ആസിഡ് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് അല്ലെ. രണ്ട് അമിനോ ആസിഡ് ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെങ്കിൽ പെപ്റ്റിഡേഷൻ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. സോ ഇവിടെ FMET-tRNA ഇതിനെ എടുത്തിട്ട് ആദ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, എ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എന്നിട്ട് അതിനെ വെച്ച് കൂട്ടിച്ചേരും. സോ ഇതിന് ഒരു എൻസൈം വേണം, അതിന്റെ പേര് റൈബോസോമിലുള്ളതാണ്, അതുകൊണ്ട് അതിനെ റൈബോസോമൽ എന്ന് വിളിക്കാം. പെപ്റ്റൈഡ് ട്രാൻസ്ഫറേസ് ആണ് പണി, അപ്പോൾ അതിനെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ റൈബോസോമൽ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ഇതിനെ ഒട്ടിച്ചേർത്തിട്ട് അമിനോ ആസിഡിനെ രണ്ടിനെയും എ സൈറ്റിലേക്ക് കൊണ്ടുപോയി ഒട്ടിച്ചേർത്തിട്ട് അതിനെ വീണ്ടും ഇവിടെ പി സൈറ്റിൽ കൊണ്ടുപോകും. ഞാൻ ഗ്രീൻ വെച്ച് വരയ്ക്കണം. സോ ഇത് ഇപ്പോൾ ഇവിടെ എത്തി. സോ രണ്ടിനെയും എ സൈറ്റിൽ നിന്ന് പി സൈറ്റിലേക്ക്
സൈറ്റിലേക്ക് മാറ്റി. ഇപ്പൊ ഇവിടെ എന്താ ഇപ്പൊ 2 അമിനോ ആസിഡ് ആയി. ഇനിയിപ്പോ മൂന്നാമത്തെ കോഡ് ഇവിടെയാണ്. ഇതാണ് മൂന്നാമത്തെ കോഡെങ്കിൽ ഈ കോഡ് പറയുന്ന അനുസരിച്ച് അമിനോ SLTRനെ പുതിയൊരു അമിനോ ആസിഡ് ആയിട്ട് വരണം. അത് ഇലോങ്ങേഷൻ ഫാക്ടർ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അത് ഇവിടെ വന്ന് ഒട്ടിച്ചേരണം അല്ലെ. ഇത് ഇവിടെ വന്ന് അമിനോ ആസിഡ് ആയിട്ട് ഒട്ടിച്ചേരണം. സോ ഇപ്പൊ ഇതാണ് എ സൈറ്റ്. സോ എ സൈറ്റ് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി. സോ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ കൊണ്ടുപോയി ചേർക്കണം. 2 ഇവിടെ ചേർക്കുന്നു. എന്നിട്ട് അതിനെ പിടിച്ച് വീണ്ടും ഇവിടെ കൊണ്ടുവരണം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആയിട്ട് വീണ്ടും പി സൈറ്റിലേക്ക് മാറ്റും. സോ ഇനി അടുത്ത കോഡ് ഇവിടെയാണ്. അടുത്ത കോഡ് അപ്പൊ ഇങ്ങോട്ടേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ബാക്കി വന്ന TRനെ എങ്ങോട്ടേക്ക് പോകുന്നു വെച്ചാൽ ബാക്കി വന്ന TRനെ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഏരിയ ഉണ്ട്. TRനെ മാത്രം അതിനെ നമ്മൾ എക്സിറ്റ് സൈറ്റ് എന്നാണ് പറയുക. ഈ സൈറ്റ് ഓർ എക്സിറ്റ് സൈറ്റ് എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടായെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രോട്ടീൻ 5, 10, 50 അത്രയാണെന്ന് വിചാരിക്കുക. സോ ഈ പ്രോസസ് പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടീൻ എ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി അതിനെ നമ്മൾ വിളിക്കുക എക്സിറ്റ് ടണൽ സൈറ്റ്. എക്സിറ്റ് ടണലിലേക്കായിരിക്കും പോകും അല്ലെ. ഉണ്ടായ അമിനോ ആസിഡ് പുറത്തേക്ക് പോകാനായിട്ട് ഒരു ടണൽ എന്തായാലും കാണും. ആൻഡ് ഇങ്ങനെ നടക്കണമെങ്കിൽ ഈ റൈബോസോം അപ്പം എന്ത് ചെയ്യണം? റൈബോസോം ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? റൈബോസോം മൊത്തത്തിൽ ഇങ്ങോട്ട് സൈറ്റിങ് നീങ്ങുന്ന അനുസരിച്ച് ഈ റൈബോസോം മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കണം. അതിനെ നമ്മൾ വിളിക്കുക ട്രാൻസ്ലൊക്കേഷൻ എന്നാണ്. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് റൈബോസോം. ഇവിടെ ഇരുന്ന റൈബോസോം സൈറ്റ് നീങ്ങുന്ന അനുസരിച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കണം. ഇതിലൂടെ mRNAയിലൂടെ ഇങ്ങനെ കടന്നു പോകണം. സോ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് റൈബോസോംസ് എന്നാണ് വിളിക്കുക. ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ നടക്കാൻ വെറുതെ ട്രാൻസ്ലൊക്കേഷൻ നടക്കില്ല. അതിന് എനർജി വേണം. ഈ എനർജി ലഭിക്കുന്നത് ഒരു ഇലോങ്ങേഷൻ ഫാക്ടറിലൂടെയാണ്. ആ ഇലോങ്ങേഷൻ ഫാക്ടറിന്റെ പേര് ഇലോങ്ങേഷൻ ഫാക്ടർ G എന്നാണ്. ഇലോങ്ങേഷൻ ഫാക്ടർ GGTP ആണ്. സോ ഇതിന് എനർജി കിട്ടാൻ മറ്റൊരു ഇലോങ്ങേഷൻ ഫാക്ടർ, സോ ഇതിങ്ങോട്ടേക്ക് നീങ്ങാനായിട്ട് ഒരു ഇലോങ്ങേഷൻ ഫാക്ടർ വേണം. അതാണ് ഇലോങ്ങേഷൻ ഫാക്ടർ GGTP. സോ GGTP ഇങ്ങോട്ട് നീങ്ങുന്നു. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി വെച്ചിട്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങുക. സോ റൈബോസോം തുടർന്നും ഇങ്ങനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങോട്ട് മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കും. നിർത്തണമെങ്കിൽ ഇനിയിപ്പോൾ നിർത്തണം അല്ലെ. നമുക്ക് മതി, പ്രോട്ടീൻ ഇത്രയേ ഉള്ളൂ അമിനോ ആസിഡ്. സോ അതെത്തണമെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു എൻഡ് കോഡോൺ ഉണ്ടായിരിക്കും. എൻഡ് കോഡോൺ. സോ 3 or 4 എൻഡ് കോഡോൺ ഉണ്ട്. ഞാൻ ഒരെണ്ണം എഴുതാം. അത് UAG എന്ന് പറയുന്നതാണ് ഒരു എൻഡ് കോഡോൺ. വേറെയും എൻഡ് കോഡോൺസ് ഉണ്ട്. സോ ഈ എൻഡ് കോഡോൺസിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഒരു അമിനോ ആസിഡിനെയും ചൂസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പോഴത്തേക്കും സംഭവം നിന്നു. സോ GGTP പ്രവർത്തിക്കില്ല അവിടെ എത്തുമ്പോഴത്തേക്കും. സോ അമിനോ SLTRനെയും വർക്ക് ചെയ്യുന്നില്ല. സോ പ്രോട്ടീൻ സിന്തസിസ് അപ്പോൾ അവിടെ വെച്ച് പ്രോസസ് വിൽ ബി സ്റ്റോപ്പ്. സോ നേരത്തെ അമിനോ ആസിഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സമയം TRനെ എല്ലാം ഇപ്പോൾ എക്സിറ്റ് സൈറ്റിലേക്ക് പോയിട്ടുണ്ടാകും. ഉണ്ടായ പ്രോട്ടീൻ എല്ലാം അപ്പോൾ പ്രോട്ടീൻ ടണലിലേക്ക് പുറത്തേക്ക് പോകും. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു മെസഞ്ചർ RNA mRNA അതിൽ ഒരു റൈബോസോം വന്ന് പിടിക്കുന്ന കാര്യമാണ്. ഇനി മെസഞ്ചർ RNAയുടെ വേറെ സ്ഥലത്ത് വേറെ റൈബോസോമിന് വന്ന് പിടിക്കാം അല്ലെ. അങ്ങനെയൊക്കെ പിടിക്കുന്നതിനെ നമ്മൾ പോളി റൈബോസോമൽ പ്രോസസ് എന്നാണ് പഠിക്കുന്നത്. സോ ഇറ്റ്സ് ബിക്കമിങ് കോംപ്ലക്സ് ആൻഡ് കോംപ്ലക്സ്. അങ്ങനത്തെയും പ്രോസസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ തൽക്കാലം പറഞ്ഞത് ഒരു mRNAയുടെ ഒരു വശത്ത് നിന്ന് റൈബോസോം ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ അതിനെ നമ്മൾ പോളി റൈബോസോമൽ പ്രോസസ്, റൈബോസിലേഷൻ പ്രോസസ് എന്നായിരിക്കും നമ്മൾ അതിനെ വിളിക്കുക. സോ ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ 30S ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. 30S ഇവിടെ നിന്ന് വിട്ടുപോകും. ആൻഡ് ദിസ് 50S ഇവിടെ നിന്ന് വിട്ടുപോകും. സെപ്പറേറ്റ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് റീഅസംബിൾ ചെയ്യാം. ഇപ്പോൾ വീണ്ടും പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ റീഅസംബിൾ ചെയ്യാം. അപ്പോഴത്തേക്കും 30S വീണ്ടും ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ഒക്കെ 30S ഒന്ന് ഒട്ടിച്ചേരുന്ന ആദ്യം മുതൽ സംഭവങ്ങൾ തുടങ്ങും. ആൻഡ് ഇത് നടക്കുമ്പോൾ പാകപ്പിഴകൾ സംഭവിക്കാം അല്ലേ. ഇത് ഇങ്ങനെ നടക്കുമ്പോൾ തെറ്റൊന്നും പറ്റരുത് എന്ന് നമുക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ ആ 10,000 പ്രോട്ടീൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരെണ്ണം തെറ്റായിട്ടായിരിക്കും. സോ എറർ റേറ്റ് എന്ന് പറയുന്നത് 1 in 10,000. DNAയിൽ നിന്ന് ഒരു mRNA ഉണ്ടാക്കുമ്പോൾ ഇത്രയും എറർ റേറ്റ് ഇല്ല. എറർ റേറ്റ് വളരെ കുറവാണ്. കാരണം അത് ഭയങ്കര സീരിയസ് കാര്യമാണ്. പ്രോട്ടീൻ തന്നെ ഉണ്ടാക്കുന്ന മാറിപ്പോവും. ഇവിടെ ചിലപ്പോൾ 1 or 2 പ്രോട്ടീനൊക്കെ ആയിരിക്കും നശിക്കുക. സോ ഇങ്ങനെ പ്രോട്ടീൻ വേണ്ടാത്ത ഒരു പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുക എന്താ പറയുക യുബിക്വിറ്റേഷൻ പ്രോസസ് വഴിയാണ് അല്ലെ. ചീത്ത പ്രോട്ടീൻ ആണ് ഉണ്ടായത്, ശരിയല്ല പ്രോട്ടീൻ. സോ സെൽ സൈറ്റോപ്ലാസത്തിലുള്ള ലൈസോസോമിനകത്തേക്ക് അതിനെ തട്ടിവിടുക. ലൈസോസോം അതിനെ നശിപ്പിച്ചു. സോ ഇതെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എപ്പോഴും നടക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. കൃത്യമായിട്ട് നടക്കാത്തപ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വരിക. അല്ലെങ്കിൽ ഇത് നമ്മൾ പറയാ ബാക്ടീരിയയുടെ കാര്യമാണ്. ഇനി നമുക്ക് പറയേണ്ടത് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് അതിന്റെ മെക്കാനിസം ആക്ഷൻ ആണ്. ഈ സ്റ്റെപ്പിന്റെ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു. സോ ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. കാരണം പ്രോട്ടീൻ സിന്തസിസ് ആണ് തടയുന്നത്. ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ തടയാണ്. സോ മിക്കവാറും എല്ലാം തന്നെ ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്. എങ്കിലും ചിലത് സിഡലാണ്. ചിലതിനെതിരെ സിഡലായിരിക്കും, ചിലതിനെതിരെ സ്റ്റാറ്റിക്, അങ്ങനെയൊക്കെ വരാം. സോ ആദ്യത്തെ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് 30S. ഇത് 30S ആണെന്ന് നമുക്കറിയാം. ഇത് 50S ആണെന്ന് നമുക്കറിയാം. 30S ഒട്ടിച്ചേരുന്ന മരുന്നുകളാണ് നമ്മൾ ആദ്യം പറയാം. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് അമിനോ ഗ്ലൈക്കോസൈഡ് വിഭാഗം മരുന്നുകളാണ്. അമിനോ ഗ്ലൈക്കോസൈഡ് ഇപ്പൊ പേര് എല്ലാം ഞാൻ എഴുതുന്നില്ല. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നതുണ്ട്, ജെൻഡ
ക്ലിൻഡാമിസിൻ കേട്ടിട്ടുണ്ടാകും. ദെൻ പിന്നെ അമിക്കാസിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ടോബ്രാമൈസിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള മൈസിൻസ് ഓർ മിസിൻസ് ആണ് അമിനോഗ്ലൈക്കോസൈഡ്. സോ ഇത് പ്രധാനമായിട്ടും 30S വന്നൊട്ടിച്ചേരുക. ഇവിടെയുള്ള എ സൈറ്റ് ഓർ ഡീകോഡിംഗ് സൈറ്റ്, എ സൈറ്റ് ഓർ ഡീകോഡിംഗ് സൈറ്റിലാണ് അമിനോഗ്ലൈക്കോസൈഡ് വന്ന് ഒട്ടിച്ചേരുക. സോ അമിനോഗ്ലൈക്കോസൈഡ്സ് ആർ സ്ട്രക്ചറൽ ഡീകോഡിംഗ് എ സൈറ്റ് ഇൻഹിബിറ്റേഴ്സ്. സ്ട്രക്ചറൽ ഡീകോഡിംഗ് ഓർ എ സൈറ്റ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇവിടെയുള്ള 16S RNAയിലാണ് വന്ന് ഒട്ടിച്ചേരുക. അതിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ദീസ് അമിനോഗ്ലൈക്കോസൈഡ്സ് എല്ലാം തന്നെ ഗ്ലൈക്കോസൈഡ് എന്നൊക്കെ പറയുമ്പോൾ അമിനോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദീസ് ആർ കാറ്റയോണിക് ആണ്. ഫോസ്ഫേറ്റ് നെഗറ്റീവ് ആണ്. അതിൽ വന്ന് പ്ലസും മൈനസും ഒക്കെ ചാർജ് വ്യത്യാസം കൊണ്ട് അവിടെ ഒന്ന് ഒട്ടിച്ചേരും. അങ്ങനെയാണ് ആക്ഷൻ. ആൻഡ് ദീസ് ആർ സിഡൽ ബാക്ടീരിയ സിഡൽ ഡ്രഗ്സ് ആണ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അമിനോഗ്ലൈക്കോസൈഡ്സിനെ കുറിച്ചിട്ട് അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന വീഡിയോയിൽ നമുക്ക് പറയാം, കൂടുതൽ ഡീറ്റെയിൽ ഓഫ് മെക്കാനിസം. സോ ഇത് 30S പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് ആണ്. ഇനി ബാക്ടീരിയയുടെ 30S പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മരുന്നാണ് ടെട്രാസൈക്ലിൻസ്. ടെട്രാസൈക്ലിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ടെട്രാസൈക്ലിൻസ് ഗ്രൂപ്പ് ഉദാഹരണം ടെട്രാസൈക്ലിൻ തന്നെ ഒരു മരുന്നാണ്. ദെൻ ഡോക്സിസൈക്ലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മിനോസൈക്ലിൻ കേട്ടിട്ടുണ്ടാകും, ടിജിസൈക്ലിൻ അത്ര കേട്ടിട്ടുണ്ടാവില്ല. ടിജിസൈക്ലിൻ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. സോ ഇതും എവിടെയാണ് ഒട്ടിച്ചേരുക? ഇതും ഇവിടെ തന്നെയാണ്, എ സൈറ്റിൽ തന്നെയാണ് ഒട്ടിച്ചേരുക. പക്ഷേ ഇതും ഒട്ടിച്ചേരുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ആണെങ്കിൽ ടിജിസൈക്ലിൻ അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ ഒട്ടിച്ചേർന്നാലും ഇവിടെ വീണ്ടും പുതിയ ടിആർഎൻഎയ്ക്ക് ഒന്ന് ഒട്ടിച്ചേരാനായിട്ടൊക്കെ പറ്റും. പക്ഷേ അതിനുശേഷമുള്ള ഫർദർ പ്രോസസ് നടക്കില്ല. സോ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറൈസസ് പിന്നെയുള്ളത് നടക്കത്തില്ല എന്നാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഇവിടെ ഒട്ടിച്ചേരാനുള്ള അഫിനിറ്റി ഉള്ളത് ടിജിസൈക്ലിൻ എന്ന് പറയുന്ന മരുന്നിനാണ്. ആൻഡ് ഇതിന് അഡീഷണൽ ആയിട്ടൊരു ആക്ഷൻ ഇവിടെ ഉള്ളത് ടെട്രാസൈക്ലിന് 30S RRNA 3As എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഇവിടെ ഇതിനകത്ത്. അതിനെ കൂടി തടയാൻ പറ്റും. സോ അതുകൊണ്ടാണ് അതിന് ആന്റി വൈറൽ എഫക്റ്റ് ഉള്ളത്. ദെൻ ഇതിന് നമുക്കറിയാം ആന്റി പ്രോട്ടോസോൾ എഫക്റ്റ് ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എഫക്റ്റ് ഉള്ള മരുന്നാണ് ടെട്രാസൈക്ലിൻ. സോ ടെട്രാസൈക്ലിൻ നമ്മൾ പറഞ്ഞത് അതും 30S വന്ന് ഒട്ടിച്ചേരുന്ന ഒരു മരുന്നാണ്. എ സൈറ്റിൽ തന്നെ വന്ന് ഒട്ടിച്ചേരുന്ന മരുന്നാണ്. പക്ഷേ ഇത് ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്, സിഡൽ അല്ല. സോ രണ്ട് ഗ്രൂപ്പ് മരുന്നുകൾ, വൺ ഈസ് അമിനോഗ്ലൈക്കോസൈഡ് ആൻഡ് സെക്കൻഡ് ഈസ് ടെട്രാസൈക്ലിൻ. ഇത് രണ്ടുമാണ് 30S വന്ന് ഒട്ടിച്ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ തടയുന്ന മരുന്നുകൾ. പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് വിച്ച് ആർ ആക്ടിങ് എ 30S. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്ന്, അതും ബ്രോഡ് സ്പെക്ട്രം ആണ്, പക്ഷേ ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്. ആ മരുന്നിന്റെ പേര് ക്ലോറാംഫെനിക്കോൾ എന്നാണ്. ക്ലോറാംഫെനിക്കോൾ ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. സോ ഇത് 50S ആക്ട് ചെയ്യുന്നത്. 50S 23S RNAയിലാണ് ഇത് ഒട്ടിച്ചേരുക. ആൻഡ് ഈ ഒട്ടിച്ചേരൽ റിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെയും ഇത് ഒട്ടിച്ചേരുന്നത് എ സൈറ്റിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് വന്ന് ബൈൻഡ് ചെയ്യുക. പക്ഷേ ഇത് ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ നമ്മൾ പറയാം പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സെന്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇവിടെ അമിനോ ആസിഡ് പിടിപ്പിക്കുന്നത്, ഇതിനെയാണ് തടയുക. സോ അതുകൊണ്ട് ഇതിനെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ഇൻഹിബിറ്റർ എന്നാണ് വിളിക്കുക. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. സോ 50S പ്രവർത്തിക്കുന്ന മരുന്നാണ് ക്ലോറാംഫെനിക്. ഇനിയും 50S പ്രവർത്തിക്കുന്ന മറ്റ് ഗ്രൂപ്പ് ഓഫ് മരുന്നുണ്ട്. അതിനെ മൊത്തത്തിൽ നമുക്ക് MLS ഗ്രൂപ്പ് എന്ന് വിളിക്കാം. M for മാക്രോലൈഡ് ആണ്, L for ലിങ്കോസമൈഡ് ആണ്, S for സ്ട്രെപ്റ്റോഗ്രാമിൻസ് ആണ്. മെക്കാനിസം ആക്ഷൻ എല്ലാം തന്നെ ഇവിടെ തന്നെയാണ് പിടിപ്പിക്കുക. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മാക്രോലൈഡ്സിൽ പ്രധാനപ്പെട്ടത് എറിത്രോമൈസിൻ ഉണ്ട്, ക്ലാരിത്രോമൈസിൻ, അസിത്രോമൈസിൻ പോലെയുള്ള മരുന്നുകൾ. സോ ഇത് 50S പോളിപെപ്റ്റൈഡ് എക്സ്പോർട്ട് ടണൽ. സോ ഇത് ഉണ്ടാക്കിയ സംഭവം, ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ടണലിനെയാണ് ഇത് പ്രധാനമായിട്ട് തടയുക. സോ ഇത് 23S RNA തന്നെയാണ്, ഇതിൽ തന്നെ പിടിക്കുന്നുണ്ട്. പക്ഷേ എക്സ്പോർട്ട് ടണലിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക. സോ ഇത് MLS മാക്രോലൈഡ് എന്ന് പറയുന്നത് ബാക്ടീരിയോ സ്റ്റാറ്റിക് മരുന്നാണ്. ഇനി അടുത്ത മരുന്ന് ലിങ്കോസമൈഡ്സിൽ വരുന്ന ക്ലിൻഡാമൈസിൻ ആണ് ഫേമസ് മരുന്ന്. ക്ലിൻഡാമൈസിൻ ഒട്ടിച്ചേരുന്നത് ഇവിടെ തന്നെയാണ്, 23S RNAയിലാണ്. ആൻഡ് ഇത് പെപ്റ്റിഡൈസിൽ, ഇവിടെയുള്ള പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സെന്ററിന്റെ എ സൈറ്റിലും ഒട്ടിച്ചേരുന്നുണ്ട്. സോ ഇത് ചെയ്യുന്നത് ബ്ലോക്ക് ദ ഗ്രോയിങ് പെപ്റ്റൈഡ്. ഇപ്പോൾ പെപ്റ്റൈഡ് ഇവിടെ ഉണ്ടാവും 1, 2 ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായി പോകണമല്ലോ, അതിന്റെ ആദ്യമേ തന്നെ കയറി അങ്ങ് തടയും. സോ ഇതുണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് ചെയ്യുന്നത് 1, 2 ഒക്കെ ആയിട്ടായിരിക്കും. അമിനോ ആസിഡ് ഇപ്പോൾ 4 അമിനോ ആസിഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ പണി അവിടെ വെച്ച് തീർക്കും. സോ പുതിയ അമിനോ ആസിഡ്സിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് തടയുന്ന പണിയാണ് ഇത് ചെയ്യുക. സോ മിക്കവാറും ഒരു 2 to 4 അമിനോ ആസിഡ് ഉള്ള ചെയിനായിട്ട് തീരും. ഇപ്പോൾ 50 അമിനോ ആസിഡ് ഉള്ള ഒരു പ്രോട്ടീൻ ആണെങ്കിൽ 4 വെച്ചാകുമ്പോൾ തീരും. സോ അതുകൊണ്ട് ഇതിനെ, ദിസ് ക്ലിൻഡാമൈസിനെ നമ്മൾ ഇനീഷ്യേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനീഷ്യേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് സ്ട്രെപ്റ്റോഗ്രാമിൻസ് ആണ്. സ്ട്രെപ്റ്റോഗ്രാമിൻസിലെ ഉദാഹരണം ഡാൽഫുപ്രിസ്റ്റിൻ, ക്യൂനിപ്രിസ്റ്റിൻ, ഈ 2 മരുന്നുകൾ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇത് എ സൈറ്റിലും പിടിക്കാം, എ സൈറ്റിലാണ് പ്രധാനപ്പെട്ട ആക്ഷൻ. ദെൻ പി സൈറ്റിലും ഇവിടെയും ആക്ഷൻ ഉണ്ട്. സോ ഇവിടെ 2 സ്ഥലത്തും ഒക്കെ പിടിക്കാവുന്ന മരുന്നാണ്.
മരുന്നാണ്. ഓക്കെ, 50S ബൈൻഡിങ് സൈറ്റ് ഈ 23SRRനെ ആണെങ്കിൽ പിടിക്കുന്നതെങ്കിലും കുറച്ച് ആക്ഷൻസിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ ക്വിനിപ്രിസ്റ്റിൻ എന്ന് പറയുന്നത് മാക്രോലൈഡ് പിടിക്കുന്ന ഇതേ ഭാഗത്ത് എക്സിറ്റ് ടണൽ സൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ആക്ഷൻ ഉണ്ട്. പക്ഷേ ഡാൽഫുപ്രിസ്റ്റിൻ എന്ന് പറയുന്നത് എ സൈറ്റിലായിരിക്കും കൂടുതലായിട്ടുള്ള ആക്ഷൻ ഉള്ളത്. ആൻഡ് ഇവിടെ ഈ ക്ലിൻഡാമൈസിനുള്ള വ്യത്യാസം ഇവിടെ 4 ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുന്നത്, ഇവിടെ പക്ഷേ ഒരു 8 ഉണ്ടാക്കാനായിട്ട് സമ്മതിച്ചേക്കും. സോ ഇതൊക്കെയാണ് അവയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം. ആൻഡ് ഇവ ചില ബാക്ടീരിയക്കെതിരെ സിഡൽ ആക്ടിവിറ്റി കൂടി ഇവയ്ക്കുണ്ട്. സിഡലാണ്, ചിലതിനെതിരെ സ്റ്റാറ്റിക് ആണ്. ഇനി അടുത്ത ഗ്രൂപ്പ് മരുന്നുകൾ ഓക്സസോളിഡിനോൺസ് ആണ്. ഓക്സസോളിഡിനോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ടെഡി സോളിഡ് ഒരു മരുന്നാണ്. അതിനേക്കാൾ ഫേമസ് ലിനസോളിഡ് ആണ്. ലിനസോളിഡ് പോലെയുള്ള മരുന്ന്. ഇതും PTCയിൽ എ സൈറ്റിൽ വന്ന് ഒട്ടിച്ചേരുന്നതാണ്. അതും 23SRRNയിൽ തന്നെയാണ് പിടിക്കുക. പക്ഷേ ഇത് പിടിക്കുക ക്ലോറാംഫെനിക്കോൾ നമ്മൾ പറഞ്ഞു, മാക്രോലൈഡ് പറഞ്ഞു. ഇതിന് രണ്ടിനും കൂടി ഇടയിലുള്ള സ്പേസിലാണ് ഒട്ടിച്ചേരുക. സോ ഇൻ ബിറ്റ്വീൻ ക്ലോറാംഫെനിക്കോൾ ബൈൻഡിങ് സൈറ്റ് ആൻഡ് മാക്രോലൈഡ് ബൈൻഡിങ് സൈറ്റിലുള്ള ഇടയിലാണ്. ഇനിയുള്ള ഒരു മരുന്ന് പ്ലൂറോമ്യൂട്ടിലിൻസ് ആണ്. പ്ലൂറോമ്യൂട്ടിലിൻ അതൊരു ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. ഇപ്പോൾ ഉദാഹരണം ഫേമസ് മരുന്ന് റെറ്റാപാമുലിൻ, വേറെയുണ്ട് ലെഫാമുലിൻ പോലെയുള്ള ഡ്രഗ് ഉണ്ട്. ഇതും ഇതിവിടെ തന്നെയാണ് ഒട്ടിച്ചേരുക. 23SRRNയിൽ ഒട്ടിച്ചേർന്നിട്ട് PTC പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് സെന്ററിൽ ബൈൻഡ് ചെയ്തിട്ട് എ സൈറ്റ് ഇവിടെയൊക്കെ ഒട്ടിച്ചേരുന്ന മരുന്നാണ്. ഇത് എല്ലാ സ്റ്റെപ്പും ബ്ലോക്ക് ചെയ്യും. ദെൻ വേറെ മരുന്ന് ഫ്യൂസിഡിൻ ആണ്. ഫ്യൂസിഡിൻ നമ്മൾ ഫേമസ് ആയിട്ട് ഓയിൻമെന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫ്യൂസിഡിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്. സോ ഇത് ഇവിടെ ഒന്നും ആക്ട് ചെയ്യുക. ഇലോങ്ങേഷൻ ഫാക്ടർ G നമ്മൾ പറഞ്ഞത് എവിടെയാണ്? ഇതിങ്ങോട്ട് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ഒറ്റപ്പിടിച്ച് ഇവിടെ ഇങ്ങോട്ട് നീങ്ങണം. സോ ഇലോങ്ങേഷൻ ഫാക്ടർ അതിൽ തന്നെയുള്ള GGTPയെ തടയുന്ന ഒരു മരുന്നാണ് ഫ്യൂസിഡിൻ എന്ന് പറയുന്ന. സോ ഫ്യൂസിഡിൻ ഈ GGTPയുടെ ഹൈഡ്രോലിസിസ് കഴിഞ്ഞിട്ട് റൈബോസോമിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാതെ അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പ്രോസസ് ട്രാൻസ്ലൊക്കേഷൻ ഇൻഹിബിറ്റർ ആയിട്ടാണ് ഫ്യൂസിഡിൻ വർക്ക് ചെയ്യുക. വേറെ മരുന്ന് നമ്മൾ സാധാരണ ഓയിൻമെന്റ് ആയിട്ട് പറ്റുന്നതാണ് മുപ്പിറോസിൻ എന്ന് പറയും. ഈ മുപ്പിറോസിൻ വർക്ക് ചെയ്യുന്നത് വേറൊരു ഡിഫറെന്റ് രീതിയിലാണ്. അത് ഇവിടെ TRNA നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇവിടെയാണ് ഇത് വർക്ക് ചെയ്യുക. സോ ഐസോലൂസൈൽ TRNA എന്ന് പറയുന്ന അത് എന്ന് പറയുന്ന ഒരു സിന്തേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെയാണ് ഇവിടെ. സോ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ കോഡ് അനുസരിച്ച് ഐസോലൂസൈൻ എവിടെ എന്ന് പറഞ്ഞ് TRNA ഇവിടെ വരുമ്പോൾ ഐസോലൂസൈൻ ഇല്ല. സോ ഐസോലൂസൈൻ ഇല്ലെങ്കിൽ പല പ്രോട്ടീനും സിന്തസിസ് തടയും. സോ അങ്ങനെയുള്ള അമിനോ ആസിഡ് ആയിട്ടുള്ള ഐസോലൂസിനെ എത്തിക്കാൻ പറ്റാതെ പ്രോട്ടീൻ സിന്തസിസ് നിൽക്കുന്ന പരിപാടിയാണ് മുപ്പിറോസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ചെയ്യുന്നത്. ഇനി മറ്റേ ആ സ്റ്റെപ്പുകൾ ഇലോങ്ങേഷൻ ഫാക്ടർ അതിനൊക്കെ തടയുന്ന മരുന്നുകളുണ്ട്. അതൊന്നും അധികം ക്ലിനിക്കലി യൂസ്ഫുൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. അങ്ങനെയും മരുന്നുകൾ ധാരാളമുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. ആൻഡ് നമ്മൾ പറഞ്ഞത് പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ഡ്രഗ്സ്? 30Sൽ പിടിക്കുന്ന മരുന്നുകൾ, 50Sൽ പിടിക്കുന്ന മരുന്നുകൾ, അല്ലാതെയുള്ള ഫ്യൂസിഡിൻ, മുപ്പിറോസിൻ പോലെയുള്ള മരുന്നുകൾ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.